ബ്രിഞ്ചാൾ വെച്ച് സൂപ്പർ റെസിപ്പി കാണാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. പക്ഷേ സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കുട്ടികൾക്കൊക്കെ മടിയുള്ളൊരു സാധനമാണ് ബ്രിഞ്ചാൾ കഴിക്കാന്നുള്ളത്. കാരണം ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിളാണ് ബ്രിഞ്ചാൾ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഡിഷാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഫിഷൊന്നും കിട്ടിയില്ലെങ്കിലും ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കുള്ളൂ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കൽ ഇത്തിരി ചടങ്ങാണ്. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് ഇന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് വേണ്ട മസാല ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ പതിയെ കട്ട് ചെയ്തെടുക്കുകയാണ്. രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പതിയെ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ചെറിയ കത്തിയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇത് സൂപ്പറായിട്ട് കിട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുകയെന്ന്. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. പക്ഷെ എനിക്ക് വലിയ കാര്യമായിട്ട് ഇത് ശരിയായിട്ടുണ്ടായില്ല. എന്നാലും ഞാനത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് വേറെ ഒരെണ്ണം കൂടിയും കട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ 2 എണ്ണം കട്ട് ചെയ്തെടുക്കാണ്ട് ചെയ്യണേ. ഇത് അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം വിനാഗിരി ഉപ്പിട്ട വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം. കാരണം ഒരു പൊള്ളിച്ചുണ്ടാവുമല്ലോ ബ്രിഞ്ചാളിന്, അത് പോയി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ടീസ്പൂൺ ചിക്കൻ മസാലയും പെരിഞ്ചീരകവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ അധികം വെള്ളം ഒഴിക്കരുത്. അത് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ നോക്കാം, ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പ് കൂടി നിൽക്കണം, എന്നാലേ അത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ ബ്രിഞ്ചാളിലോട്ടും നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓരോന്ന് തേച്ച് കൊടുത്ത് കുറച്ച് സമയം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്